ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ബിഷപ്പ് ഡോക്ടർ KP യോഹന്നാനെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിര്യാണം ക്രൈസ്തവ സമൂഹത്തിന് വലിയ ഒരു നഷ്ടമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ 74 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച അദ്ദേഹം 16-ാമത്തെ വയസ്സിൽ ഒരു സുവിശേഷകനായി തീരുകയും, അതായത് ഓപ്പറേഷൻ മൊബൈലൈസേഷനിൽ ഒരു വർക്കറായി ചെല്ലുകയും, പിന്നീടുള്ള ദീർഘവർഷങ്ങൾ അദ്ദേഹം സുവിശേഷ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു. അദ്ദേഹം ഓർത്തഡോക്സ് വിശ്വാസത്തിലേക്ക് മാറി ഈസ്റ്റേൺ ഓർത്തഡോക്സി എപ്പിസ്കോപ്പൽ സഭയായി മാറി. എന്നാൽ മാർത്തോമ സഭയിൽ ജനിച്ച് വളർത്തപ്പെട്ട അദ്ദേഹം മാർത്തോമ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പെൻറ്റക്കോസ്റ്റൽ വിശ്വാസമാണ് സ്വീകരിച്ചിരുന്നത് ആദ്യകാലങ്ങളിൽ. എന്നാൽ പിന്നീട് സഭയുടെ നിലനിൽപ്പ് കൊണ്ടാണോ അല്ലെങ്കിൽ ഇനി എന്താണ് അതിൻ്റെ യഥാർത്ഥ പശ്ചാത്തലമെന്നറിയില്ല, എന്തായാലും അദ്ദേഹം എപ്പിസ്കോപ്പൽ സഭയിലേക്ക് മാറുകയും അത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം മുഴുവനൊന്ന് അവലോകനം ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് എത്രത്തോളം ഉയരാമോ, സാമ്പത്തികപരമായും ആത്മീയപരമായും അതുപോലെ മറ്റുള്ളവരുമായുള്ള ബന്ധവും എത്രത്തോളം ഉയരാമോ അത്രത്തോളം ഉയർന്ന ഒരു മനുഷ്യൻ ഇന്ന് ഇന്ത്യയിലില്ല. ഒരുപക്ഷെ ഇന്ത്യയിലെ ബില്ലി ഗ്രഹാം എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാമെന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിൽ KP യോഹന്നാൻ്റെ ഒപ്പം നിൽക്കാൻ കഴിവുള്ള ഒരു സുവിശേഷകനും ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ആ പച്ചയായ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഒരു കാലത്ത് മലയാളികൾ കേട്ടുണരുന്ന ഒരു ശബ്ദം ഡോക്ടർ KP യോഹന്നാൻ്റെ റേഡിയോ പ്രഭാഷണമായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളെ തങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുവാനും ലക്ഷക്കണക്കിന് ആളുകളെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഈ ദിവസങ്ങളിൽ ഓരോരുത്തരും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അവരവരുടേതായ ദുഃഖങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ബിഷപ്പ് KP യോഹന്നാനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എപ്പോഴും ഏറ്റവും പ്രധാനമായി ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്: സകല മാധ്യമങ്ങളും, പത്രമാധ്യമങ്ങൾ, TV ചാനലുകൾ, ഇതുപോലുള്ള യൂട്യൂബ് ചാനലുകൾ, ചില ആളുകൾ നിരന്തരമായി അദ്ദേഹത്തെ യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ മറ്റ് ചാനലിലൂടെയും ഒക്കെ പത്രങ്ങളിലൂടെയൊക്കെ അദ്ദേഹത്തെ നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു അഴിമതിക്കാരനാണ്, സാമ്പത്തിക കൃത്രിമം നടത്തുന്ന വ്യക്തിയാണ്, അദ്ദേഹം വ്യാജ രീതിയിലാണ് അദ്ദേഹം ബിഷപ്പായത് എന്നിങ്ങനെ തുടർമാനമായിട്ട് വലിയ വാർത്തകൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്നു. ഒന്ന് രണ്ട് ചില പത്രപ്രവർത്തകരുണ്ട് KP യോഹന്നാൻ ബിഷപ്പിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട്. അത് ഈ ദിവസങ്ങളിൽ അവരുടെ ചാനലുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. ഈ KP യോഹന്നാനെയും അദ്ദേഹത്തിൻ്റെ ബിലീവേഴ്സ് ചർച്ചിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ചില പത്രമാധ്യമ പ്രവർത്തകരുണ്ട്. എന്നാൽ എനിക്ക് വളരെ വിചിത്രമായി തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇത്രയും വലിയ ആരോപണങ്ങളുണ്ടായിട്ടും ആ ആരോപണങ്ങൾക്കൊന്നും ഇന്ന് വരെ അദ്ദേഹം തിരിച്ചൊരു പ്രതികരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ക്ഷമയുടെ ഒരു വലിയ ഭാഗമാണ്. അതായത് ഡോക്ടർ KP യോഹന്നാനിൽ നിന്ന് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ക്ഷമയാണ്. ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും എത്ര വലിയ വാർത്താ ചാനലുകൾ അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് ചെയ്താലും വളരെ സിമ്പിളായി വളരെ കൂളായി നടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ സഭകളും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പെന്തക്കോസ്റ്റലായാലും ബ്രദറൻ സഭകളായാലും മറ്റ് എപ്പിസ്കോപ്പൽ സഭകളായാലും സഭാ വ്യത്യാസമില്ലാതെ ഒന്ന് മാറ്റിവെച്ച് നമ്മൾ ചിന്തിച്ചാൽ ഡോക്ടർ KP യോഹന്നാനെ പോലെ ഇത്ര ശക്തമായ ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ, അതായത് നിസാര സമയം കൊണ്ട് 74-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. 16-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഓപ്പറേഷൻ മൊബൈലൈസേഷൻ ചെയ്യുന്നത്. പോട്ടെ, ഒരു സാധാരണ ഒരു പ്രായം ഒരു 20 വയസ്സ് വെച്ച് കൂട്ടി നോക്കിയാലും പിന്നീടുള്ള 54 വർഷം
ഈ 54 വർഷം കൊണ്ട് ഒരു വലിയ സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തു. ഇതാർക്കെങ്കിലും സാധിച്ചിട്ടുള്ള കാര്യമാണോ? ഇന്ന് ലോകത്തിലുള്ള, അപ്പോൾ നമ്മൾ പല കാര്യം പറഞ്ഞു, ഈ ലോകത്തിലുള്ള ആർക്കെങ്കിലും സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രയും വലിയൊരു സംഭവം. എത്രയോ സുവിശേഷകന്മാർ ഇന്ന് 80ഉം 90ഉം ആയിട്ടുള്ള ആളുകളുണ്ട്. ആർക്കെങ്കിലും ഇതിന് കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നാലോചിച്ച് നോക്കിയാൽ. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാം വിമർശന ബുദ്ധിയോടുകൂടെ മാത്രം നോക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ സാധ്യമല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ അമൃതാനന്ദമയ്യെക്കുറിച്ച് എല്ലാവരും അവർ മോശക്കാരിയായിരുന്നു, അവർ കൃത്രിമം നടത്തി, കള്ളത്തരം നടത്തി, ആത്മീയ തട്ടിപ്പ് നടത്തിയതുകൊണ്ട്. പക്ഷേ ഇന്നലെ എന്നെ ഒരു സ്നേഹിതൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സഹോദരനെ തന്നെ കോതമംഗലം മാർ ബസോലിയോസ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയനാക്കി. വയറിനകത്തൊരു പ്രശ്നമുണ്ടായി. പക്ഷേ അവർ പറഞ്ഞു അത് വയറ്റിലെ ചെറിയ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടുന്ന് ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഈ കുട്ടീനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് അമൃത ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അന്നേരമാണ് അവർ പറയുന്നത് 1 മണിക്കൂറൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ കുട്ടി മരിച്ചു പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ, അമൃതാനന്ദമയി ആളുകൾ പറയുമ്പോൾ ആത്മീയ തട്ടിപ്പ് നടത്തുന്നു. പക്ഷേ അമൃതാനന്ദമയിയുടെ ഹോസ്പിറ്റൽ പോലെ ഒരു ആശുപത്രി ഇന്ന് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയില്ല. ഇതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ വിമർശിക്കുന്നവർക്ക് എന്തും വിമർശിക്കാം. പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും വിമർശന ബുദ്ധിയോടുകൂടി മാത്രമാണ് നോക്കുകയുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരു പത്രപ്രവർത്തകനും ഒരാളെക്കുറിച്ചൊരു നല്ല അഭിപ്രായം പറയുന്നത് കേട്ടിട്ടില്ല. അവരുടെ മരണസമയത്ത് പറയും എന്നുള്ളതല്ലാതെ പത്രപ്രവർത്തകരൊക്കെ പലപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിയുമെങ്കിൽ ഒരുത്തൻ്റെ കിടപ്പറയ്ക്കകത്തേക്ക് ഒളിഞ്ഞു നോക്കാൻ പറ്റുമെങ്കിൽ അതുവരെ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന കുറേ പത്രപ്രവർത്തകരുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേനയും പേപ്പറും ഉണ്ടെങ്കിൽ ഞങ്ങളാണ് ഈ സാമ്രാജ്യം, ഞങ്ങളുടെയാണിത് മുഴുവൻ, ഞങ്ങൾ വിചാരിച്ചാൽ എന്തും ചെയ്യും. അപ്പോൾ 1-2 വാർത്തകളൊക്കെ വിടും. 1-2 വാർത്തകളൊക്കെ വിട്ട് കഴിയുമ്പം ആരെങ്കിലും സമീപിക്കും, പൈസയായിട്ട് സമീപിക്കും. അപ്പം ചില ആളുകൾ വലിയ ധൈര്യശാലികളാണ്. അവർ പറയും അവൻ പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ, നമുക്ക് വിഷയമില്ലെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നിരന്തരമായി ഈ ഡോക്ടർ KP യോഹന്നാനെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഒരുപാട് പത്രപ്രവർത്തകരുണ്ട്. അവരുടെയൊക്കെ പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തിക നേട്ടമുണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഞാനത് മനസ്സിലാക്കിയത്. പക്ഷേ നിഷ്പക്ഷമായിട്ട് ഒരു വ്യക്തി ചിന്തിക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ന് എത്ര സ്കൂളുകൾ, എത്ര കോളേജുകൾ, എത്ര ആശുപത്രികൾ, അതുപോലെ 15,000-ത്തിലധികം ചർച്ചുകൾ, 35 ലക്ഷത്തിലധികം വിശ്വാസികൾ, 30 ബിഷപ്പ്മാരും 57 ഡയോസസും ഉണ്ട്. ഇത്രയും വലിയൊരു പ്രസ്ഥാനമാക്കി ഇതിനെ വളർത്തിയെടുക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു മനുഷ്യൻ്റെ എത്ര വലിയ ദീർഘദൃഷ്ടിയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, ഒരു നിരണത്ത് അല്ലേ, ഒരു താറാവ് കൃഷിക്കാരനായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം, അദ്ദേഹം സ്ഥാപിച്ച സഭകളും പ്രസ്ഥാനങ്ങളും ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി പടർന്നു കിടന്ന് 35 ലക്ഷത്തിലധികം വിശ്വാസികളുള്ളൊരു പ്രസ്ഥാനമാക്കി ഈ 50 വർഷം കൊണ്ട് അദ്ദേഹം വളർത്തിയെടുത്തു എന്ന് പറയുമ്പോൾ മാർത്തോമ സഭയ്ക്ക് പോലുമില്ല അത്രയും പ്രശസ്തി എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള മാർത്തോമ സഭയ്ക്ക് പോലും ഇന്ന് ബിലീവേഴ്സ് ചർച്ചിൻ്റെ അത്രയും ആസ്തിയില്ല എന്ന് മാത്രമല്ല, അത്രയും സഭകളുമില്ല, അത്രയും ശുശ്രൂഷകന്മാരും ഇല്ല എന്നും കൂടെ ഓർക്കണം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൺവെൻഷൻ നടക്കുന്നതാണ് മാർത്തോമ സഭയുടെ നേതൃത്വത്തിലാണ്. ആ മാർത്തോമ സഭയേക്കാൾ കൂടുതലുള്ള വിശ്വാസികളുള്ള ഒരു പ്രസ്ഥാനമാക്കി ഇതിനെ മാറ്റി എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ 50 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ട്. അപ്പോൾ ഇത് അംഗീകരിച്ചേ പറ്റൂ. അതായത് ലോകോത്തര നിലവാരമുള്ള സ്കൂളുകൾ, ലോകോത്തര നിലവാരമുള്ള ആശുപത്രികൾ ഇത്രയും ഉണ്ടായിട്ടും ഒരു സാധാരണക്കാരനെ പോലെ വെറും സിമ്പിളായിട്ട് ലളിതമായ ഭക്ഷണം കഴിച്ച്, അത് അദ്ദേഹത്തിൻ്റെ ശരീരം കാണുമ്പോൾ തന്നെ ലളിതമായ രീതിയിലുള്ള ഭക്ഷണം കഴിച്ച് ഒക്കെ അദ്ദേഹം, ഞാൻ 5 വർഷം ഡോക്ടർ KP യോഹന്നാൻ്റെ ബിലീവേഴ്സ് ചർച്ചിലെ ഒരു പാസ്റ്ററായിട്ട് ഇരുന്നയാളാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും, ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ള ഓരോ വാക്കുകളും എനിക്ക് കൃത്യമായിട്ട് അറിയാം. വർക്കേഴ്സ് മീറ്റിങ്ങിൽ പോകുമ്പോൾ അവിടെ ബിഷപ്പ് KP യോഹന്നാൻ വന്ന് ക്ലാസ്സുകൾ എടുക്കും. അദ്ദേഹം പറയുന്ന ഓരോ ആശയങ്ങളും വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടിരുന്നിട്ടുണ്ട്.
അദ്ദേഹം ചോദിച്ച ഒരു കാര്യമുണ്ട്. നോർത്ത് ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പതിനായിരക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന സഭകൾ ഇന്ന് ബിലീവേഴ്സ് ചർച്ചിനുണ്ട്. ഇതിനെയൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ അതിന് കഴിവുള്ള ആളുകൾ രംഗത്ത് വരണം, വിദ്യാഭ്യാസമുള്ള ആളുകൾ രംഗത്ത് വരണം. അതിന് ബൈബിൾ വിദ്യാഭ്യാസം മാത്രം പോരാ, സെക്കുലർ വിദ്യാഭ്യാസം കൂടെ വേണം എന്ന് അദ്ദേഹം പറയുമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ളൊരു പ്രസ്ഥാനം ഇതിന്നൊരു എപ്പിസ്കോപ്പൽ പ്രസ്ഥാനമായിരുന്നെങ്കിൽ, അവരുടെ ഉപദേശത്തോടെ എനിക്ക് വിയോജിപ്പുണ്ട്, ഞാനത് തുറന്നു പറയുകയാണ്, അല്ലെങ്കിൽ നാളെ ആളുകൾ പറയും എനിക്കെതിരെ സംസാരിക്കും. അവരുടെ ഉപദേശത്തോടെ എനിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഇന്ന് ഇതൊരു പെന്തക്കോസ്തൽ പ്രസ്ഥാനമായി മാത്രമാണ് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഇന്നിത് എത്ര കഷണമായിട്ട് പിരിഞ്ഞു പോകുമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതൊരു 100 കഷണമായിട്ട് പിരിഞ്ഞു പോരുമായിരുന്നു. പെന്തക്കോസ്തൽ സഭകളൊക്കെ ആദ്യം ആരംഭ കാലഘട്ടങ്ങളിൽ IPC ആയിക്കൊള്ളട്ടെ, അതുപോലെ TPM ആയിക്കോട്ടെ, ഇതുപോലെയുള്ള ചർച്ചുകളുടെയൊക്കെ വളർന്നു വന്ന കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ അകത്തുനിന്ന് പിരിഞ്ഞുപോയ ഗ്രൂപ്പുകളൊന്നും സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ സുവിശേഷീകരണം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനങ്ങളോട് അമിതമായ താല്പര്യങ്ങളും ഉണ്ടായിട്ടല്ല. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ IPC സഭയുടെ ഒരു നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാൾ നോക്കുമ്പം അവർക്കൊരു സ്പോൺസറെ കിട്ടി. അപ്പോഴാണ് അടുത്ത ഒരാൾ, അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്ന ആളുകൾ എന്തു ചെയ്യും, അവിടെ ഒരു പാര വെച്ച് ആ സ്പോൺസറെ പിടിക്കാൻ നോക്കും. അപ്പോൾ ഇന്ത്യയിലൊക്കെ സഭകൾ നടക്കണമെങ്കിൽ സ്പോൺസേഴ്സിന് വേണം. അത് അമേരിക്കൻസാണ് ഏറ്റവും കൂടുതൽ ഈ സുവിശേഷ വേലയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെക്രട്ടറിയും പ്രസിഡൻറ്റോട് പോകുമ്പോൾ അവിടെ ചെന്ന് ഈ പണത്തിൻ്റെ ഇടപാട് വന്നു കഴിയുമ്പോൾ ഈ സെക്രട്ടറിയും പ്രസിഡൻറ്റും രണ്ടായിട്ട് അങ്ങ് തിരിയും. എന്നിട്ട് ഓരോരുത്തർ സെൽഫ് ഫണ്ടിങ് ആരംഭിക്കും. ഇതാണ് ഇതിനാ സംഭവിക്കുന്നത്. പെന്തക്കോസ്തൽ സഭകളുടെ ആരംഭം നല്ലതാണെന്ന് പറഞ്ഞാൽ പോലും അതിങ്ങനെ പാലയ്ക്ക വിരിഞ്ഞതുപോലെ ഓരോരോ ഗ്രൂപ്പുകളായി പിരിഞ്ഞു പോകാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് തന്നെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി തന്നെയാണ്. ഇന്ന് നമ്മൾ പല ന്യൂ ജനറേഷൻ ചർച്ചകളും ചെറിയ കൂട്ടായ്മകളും ആത്മീയ കൂട്ടായ്മകളൊക്കെ ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ ഉടലെടുത്ത് വരും നമ്മൾ കാണുന്നുണ്ട്. അത് സുവിശേഷ പ്രവർത്തനത്തിന് വ്യാപനത്തിന് നല്ലതാണെങ്കിൽ പോലും അത് പലതും സ്വാർത്ഥതയിൽ നിന്നുണ്ടായതാണ്. എന്തുകൊണ്ടാണ് തങ്ങൾ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സുവിശേഷ പ്രവർത്തനം നടത്താൻ പറ്റാത്തത്? കാരണം അവരതിൻ്റെ അകത്തൊരു സാമ്പത്തിക ലക്ഷ്യമാണ്, ഒരു വലിയൊരു സാമ്പത്തിക ലക്ഷ്യം അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഭൂരിഭാഗം ആളുകൾ, എല്ലാവരുടെയും കാര്യമില്ല, ഭൂരിഭാഗം ആളുകളും ഒരു 100-ൽ 80% ആളുകളും പെന്തക്കോസ്തൽ സമൂഹത്തിൽ അവർ ഇങ്ങനെ സഭകൾ പാലയ്ക്ക പിരിഞ്ഞ പോലെ സഭകൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് അവരുടെ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടും അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടും ഒക്കെയാണ്. അല്ലാതെ സുവിശേഷ വേലയോട് സ്നേഹമുണ്ടായിട്ടോ, അല്ലെങ്കിൽ സഭകൾ വളരണം എന്ന് ചിന്താഗതി ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ വിശ്വാസികളുടെ മക്കൾ പഠിച്ച് എവിടെയെങ്കിലും ഒരു നിലയിലെത്തണമെന്നുള്ള പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പെന്തക്കോസ്തൽ സഭകളുണ്ട്. പക്ഷേ ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ ഈ പെന്തക്കോസ്തൽ സഭകളെക്കുറിച്ച് പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ നിന്നുള്ളവരെ മറ്റുള്ള ആളുകളൊക്കെ ഈ നോർത്ത് ഇന്ത്യ വന്നിട്ട് ഇവിടെയുള്ള വിശ്വാസികളെ പിഴിഞ്ഞ് എനിക്കങ്ങനെ 10 രൂപ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അവർ. അതേസമയം അവിടുന്ന് പൈസ കൊണ്ടുവന്ന് ഇവിടെ വന്നൊരു ചർച്ച് പണിത് കൊടുക്കാനോ, അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളെ ഒന്ന് സഹായിക്കാനോ, എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ചെയ്യാനോ, ചർച്ചുകൾ പണിയാനോ ആർക്കും താല്പര്യമില്ല. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പൈസ പിടിച്ചുകൊണ്ട് പോകാം എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഒരു തള്ളിക്കയറ്റം, പാസ്റ്റർമാരുടെ തള്ളിക്കയറ്റം ഒന്നും നോർത്ത് ഇന്ത്യയിലേക്ക് കാണുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു സുവിശേഷ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലില്ല. ഇത്രയും കൃത്യമായ പ്ലാനിങ്ങോടെ ദർശനത്തിലൂടെ പ്രവർത്തിച്ചത് ഡോക്ടർ KP യോഹന്നാനാണ്. അത് പറയാതിരിക്കാൻ പറ്റിയില്ല. കാരണം ഈ സഭയുടെ വളർച്ച, എന്നാൽ ഞാൻ പറഞ്ഞു അവരിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ രൂപങ്ങളോ ഭാവങ്ങളോ അവരുടെ വിശ്വാസ രീതി ഞാൻ അംഗീകരിക്കുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു സഭയെ ആ സഭയുടെ ഒരു ഓർഡറിലെത്തിച്ചു കഴിഞ്ഞപ്പോൾ എന്നത് ഇത് നാഥനില്ലാത്തൊരു കളരി പോലെ നാളെ ആയിത്തീരരുത്. അപ്പോൾ ചില പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ്, KP യോഹന്നാൻ അന്തരിച്ചിരിക്കുന്നു, ഇനി ബിലീവേഴ്സ് ചർച്ച് തീർന്നു, ചിലർ പറയണം. അതല്ല, അതിന് വ്യക്തമായൊരു സ്ട്രക്ചർ ഉണ്ടാക്കി, അതിനൊരു പ്ലാനിങ് ഉണ്ടാക്കി. ഞങ്ങൾ ബിലീവേഴ്സ് ചർച്ച് നിൽക്കുമ്പോൾ തന്നെ ഡോക്ടർ KP യോഹന്നാൻ സാർ എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ എന്താണ് ബിലീവേഴ്സ് ചർച്ച്, ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഉപദേശങ്ങൾ എന്താണ്, എന്തിനു വേണ്ടി ബിലീവേഴ്സ് ചർച്ച് നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പുസ്തകമുണ്ട്. അത് അദ്ദേഹം പറഞ്ഞു ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു പുസ്തകമാണിതെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്ക്.
അപ്പോൾ ഞാൻ പറഞ്ഞത് അവർക്ക് അതിൻ്റേതായിട്ടുള്ള വ്യക്തമായ ഐഡിയ ഉണ്ട്. 30 ബിഷപ്പ്മാരുണ്ട്. ആ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ നിസാര സമയം കൊണ്ട് ഇത്രയും വലിയൊരു പ്രസ്ഥാനമായത് വളർന്നു. അസൂയുള്ള കണ്ണുകൾ കൊണ്ട് നോക്കുന്ന ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നിലുണ്ട്. ചില പത്രപ്രവർത്തകരൊക്കെ ഉണ്ട് ഇതിനെ എതിർക്കുന്നവർ. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, ഇത്രയും ബുദ്ധിരാക്ഷസനായ, അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇത്രയും കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ സുവിശേഷം ജനങ്ങളിൽ എത്തിക്കണമെന്ന് ഇത്രയും ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു മനുഷ്യൻ ഇന്ത്യയിലുണ്ടായിട്ടില്ല. അത് ചലഞ്ചിങ് ആണ്. കാരണം ലോകത്തിൽ എത്ര ഭാഷകളുണ്ടോ അത്രയും ഭാഷകളിൽ റേഡിയോ പ്രഭാഷണം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഞാനൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് 100-ലധികം ഭാഷകളിൽ ബൈബിൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് ഡോക്ടർ കെ.പി. യോഹന്നാൻ്റെ സൗണ്ട് കേൾക്കാത്ത ഒരു രാജ്യം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേഷൻ ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ 195 രാജ്യങ്ങൾ, ഒരു ഉദാഹരണം പറയണം, ഏതാണ്ട് മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ 200-ലധികം രാജ്യങ്ങളുണ്ട്. ഇത്രയും രാജ്യങ്ങളിൽ ഡോക്ടർ കെ.പി. യോഹന്നാൻ്റെ സൗണ്ട് എത്താത്ത ഒരു രാജ്യങ്ങളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്ര ശക്തമായി. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യനെ ദൈവം ഇത്രയും ഉപയോഗിച്ചാൽ പോരെ? അന്ത്യകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യനെ എത്രത്തോളം ഉയരാവോ അതിൻ്റെ അത്യുന്നതങ്ങളിൽ അദ്ദേഹം എത്തപ്പെട്ടു. ഇനി അദ്ദേഹം മരണപ്പെട്ടാൽ എന്താണ്? അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നു, ഇദ്ദേഹം ഈ കോടികളൊക്കെ ഉണ്ടാക്കി ഇതിനി എന്ത് ചെയ്യും? ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇത് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു കുഴപ്പമാണ്. അതായത് ഒരാൾക്ക് 100 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് കൊണ്ട്, ആ 100 കോടി രൂപയുടെ ആസ്തി കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാനാണ്? അത് തിന്നു തീർക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റുള്ള പല പരിപാടിക്കും നടത്തും. ഇനി ബിസിനസ്സുകാരനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് കുറച്ച് കള്ള് കുടിക്കാം, കുറേ പെണ്ണ് പിടിക്കാം, അങ്ങനെ പോകാം. പക്ഷേ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പൈസ എന്ത് ചെയ്യും? അപ്പം ഓരോ പ്രസ്ഥാനങ്ങളും ഓരോ സഭകളും ഈ സമ്പത്തുണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നത് അത് അവർക്ക് വേണ്ടിയല്ല. പെന്തക്കോസ്തുകാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പെന്തക്കോസ്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കി മാറ്റി. ഈ വിദേശത്തു നിന്ന് വരുന്ന ഈ ഫണ്ടുകളും പൈസകളെല്ലാം അത് അവരുടെ സ്വന്തമാക്കി അങ്ങ് മാറ്റി. കെ.പി. യോഹന്നാൻ ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വീടല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഉള്ളതെല്ലാം ഗോസ്പൽ ഫോർ ഏഷ്യയുടെ അല്ലെങ്കിൽ ബിലീവേഴ്സ് ചർച്ചിൻ്റെയും പേരിലാണ്. അത് ഔദ്യോഗികമായിട്ട് അവരാണ് പറയേണ്ടത്. ഒരു പൈസ പോലും അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടില്ല, എല്ലാം ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വലിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തു. ഏതാണ്ട് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരു ശുശ്രൂഷകന്മാർ, അതിൻ്റെ പ്രവർത്തകർ എല്ലാം കൂടി നോക്കിയാൽ ഏതാണ്ട് 1,00,000-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞാൻ ചോദിക്കട്ടെ, ഏത് പത്രപ്രവർത്തകനാണ് ഇപ്പോൾ യൂട്യൂബിലിരുന്ന് ആർക്കും എന്തും പറയാം അല്ലേ? ഏത് വ്യക്തിക്കാണ് 1,00,000 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 1,00,000 പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തെ എത്രമാത്രം മറ്റുള്ളവർ ബഹുമാനിക്കണം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ കെ.പി. യോഹന്നാൻ കോടിക്കണക്കിന് രൂപയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം കള്ളനാണ്, കൊള്ളക്കാരനാണെന്ന് പറയുമ്പോൾ ഈ പറയുന്നവർ അസൂയോടുകൂടി മാത്രമാണ് പറയുന്നത്. അവർക്കും ഈ സമയം കിട്ടി. എനിക്കിപ്പോൾ 44 വയസ്സുണ്ട്. എനിക്ക് ഇന്ന് വരെ സ്വന്തമായിട്ട് ഒരു സ്കൂള് പോലും, ഒരു സ്കൂള് പോലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഒന്ന് ആലോചിക്കുക. അപ്പോൾ അത് എൻ്റെ പ്ലാനിങ്ങിൻ്റെ കുഴപ്പമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അധ്വാനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഞാനത് പ്ലാനിങ്ങിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ 44 വയസ്സുള്ള എനിക്ക് സ്വന്തമായിട്ട് ഇന്ന് വരെ ഒരു വീട് പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത് അത്യന്താപേക്ഷിതമല്ലേ? എനിക്കെന്ത് ചെയ്യാൻ സാധിച്ചു? പത്രമാധ്യമ പ്രവർത്തകരൊക്കെ ഒരാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർ ഇത്രയും നാളത്തെ ജീവിതത്തിനുള്ളിൽ എന്താണ് ഒരാൾക്കൊരു സഹായം ചെയ്തത്? ഒരു തയ്യൽ മെഷീൻ പോലും ഒരാൾക്ക് മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പോട്ടെ, ഒരു കുട്ടിക്ക് ഒരു ഓപ്പറേഷൻ നടത്താൻ ഒരു 100 രൂപ പോലും കൊടുക്കാൻ പറ്റാത്ത ആളുകൾ ലോകത്തിലുള്ള സകല ആളുകളെ എഴുന്നേരുന്ന് വിമർശിക്കാൻ എല്ലാവർക്കും പറ്റും, അതാർക്കും പറ്റും. പക്ഷേ ഞാൻ എപ്പോഴും, എനിക്ക് ഇന്നലെ ഡോക്ടർ കെ.പി. യോഹന്നാൻ അന്തരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി, ഭയങ്കര വിഷമം തോന്നി. കാരണം നല്ല ഒരു ബുദ്ധിരാക്ഷസനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഐഡിയ അനുസരിച്ച് അദ്ദേഹം ഭാരതം എന്ന രാജ്യത്തെക്കുറിച്ച്, അദ്ദേഹത്തിന് സുവിശേഷ വേലയെക്കുറിച്ചൊരു വലിയ ദീർഘദർശനമുണ്ടായിരുന്നു.
അതിൻ്റെ അനുസരിച്ച് ലോകം മുഴുവൻ അദ്ദേഹം അതിനുള്ള ക്രമീകരണം ചെയ്തു. ചിലർ പറയുന്ന ആരോപണം അദ്ദേഹം ഒരുപാട് പ്രോപ്പർട്ടി വാങ്ങിച്ചു എന്നുള്ളതാണ്. പ്രോപ്പർട്ടി വാങ്ങിച്ചു എന്ന് പറഞ്ഞാലും അത് അദ്ദേഹത്തിൻ്റെ പേരിൽ, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ്. അദ്ദേഹത്തിൻ്റെ കാലശേഷവും അദ്ദേഹത്തിൻ്റെ മക്കളുടെ കാലശേഷവും ബിലീവേഴ്സ് ചർച്ച് എന്ന ഒരു പ്രസ്ഥാനം അത് നിലനിന്ന് പോകണമെങ്കിൽ അതിന് പ്രോപ്പർട്ടി ആവശ്യമാണ്, മറ്റു പല കാര്യങ്ങളും ആവശ്യമാണ്. നമ്മളത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രസ്ഥാനം അവരുടെ ഒരു വലിയ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചത്. 52 ബൈബിൾ കോളേജുകളുണ്ട്, 52 ബൈബിൾ കോളേജുകൾ. അപ്പോൾ ഈ 52 ബൈബിൾ കോളേജിൽ നിന്നുള്ള പഠിച്ച് പൂർത്തിയാക്കി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയി സുവിശേഷ വേല ചെയ്യുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. അവരൊക്കെയും ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ പഠിച്ച് മുമ്പോട്ട് പോയവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു മനുഷ്യൻ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തിയാണ് ചെയ്യേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ ഈ അറിവ് കുറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ഈ മറ്റുള്ള വീഡിയോകൾ കേൾക്കാത്ത ആളുകൾ, ഒരു കാര്യത്തെക്കുറിച്ച് വിലയിരുത്താത്ത ആളുകൾ പെട്ടെന്ന് ശോഭിക്കും. അവർ പറയും അദ്ദേഹം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഇത്രയും വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ സാധിച്ചു? ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി സാജു തോമസ് എന്ന എനിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? അല്ലെങ്കിൽ പറയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 80 വയസ്സ് പ്രായമുള്ള താങ്കൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളെ ദൈവം തിരഞ്ഞെടുക്കുന്നു, ദൈവം അവനിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവർ അതിനുവേണ്ടി തയ്യാറാകുന്നത് കൊണ്ടാണ്. 4 മണിക്കൂർ മാത്രമാണ് അദ്ദേഹം ഉറങ്ങിയിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത് കൊണ്ടും ഈ പറയുന്ന ഓരോ ആശയങ്ങളും വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് 4 മണിക്കൂർ മാത്രമേ ഉറങ്ങാറുള്ളൂ. ഒരിക്കൽ അദ്ദേഹം തൻ്റെ മീറ്റിങ്ങിൽ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഒന്നിച്ച് കാണുന്ന ചിലപ്പോൾ വർഷത്തിൽ ഒരിക്കലായിരിക്കും, ചിലപ്പോൾ 1 മാസമായിരിക്കും വീട്ടിൽ താമസിക്കുന്നത്, അല്ലെങ്കിൽ ഒരാഴ്ചയായിരിക്കും താമസിക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സുവിശേഷ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. 300-ലധികം പുസ്തകങ്ങൾ എഴുതാൻ കഴിഞ്ഞു. ഏത് പെന്തക്കോസ് പാസ്റ്റർക്കോ അല്ലെങ്കിൽ ഏത് അച്ഛനാണ് അല്ലെങ്കിൽ ഏത് മെത്രാപ്പോലിത്തയ്ക്കാണ് 300 പുസ്തകങ്ങൾ എഴുതാൻ പറ്റിയിട്ടുള്ളത്? 100-ലധികം ഭാഷകളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ആർക്കാണ് സാധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ? എന്നാലും നമ്മൾ പറഞ്ഞ DGS ദിനകരൻ എന്ന് പറഞ്ഞ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം, ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഉണ്ടോ? അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് വലിയ ഓളമായിരുന്നു. പക്ഷേ അവരൊരു യൂണിവേഴ്സിറ്റിയൊക്കെ സ്ഥാപിച്ചു എന്നുള്ളതല്ലാതെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ സഭകളോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ വരുന്ന പരാജയം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പല ന്യൂ ജനറേഷൻ കൂട്ടായ്മകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ തങ്കു ബ്രദറിൻ്റെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പ്രശംസനീയമായ പ്രവർത്തനങ്ങളാണ്. പക്ഷേ അവർക്ക് ചർച്ച് പ്ലാന്റിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ ചർച്ച് പണിയുന്നില്ല. അവരെവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്ത് അവരൊരു പ്രാർത്ഥനയായിട്ട് നടത്തുന്നു. നാളെ ആ ഓഡിറ്റോറിയം ലഭിക്കണമെന്ന് നിർബന്ധമില്ല. അവർക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു പ്രസ്ഥാനമില്ലെന്ന് പറയും. ഒരു ഹെഡ് ഓഫീസ് പോലും ഇല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം അവരോട് ഈ തങ്കു ബ്രദറിനെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള ആളുകൾ നോക്കിയാൽ ഓരോ ചർച്ചുകൾ പ്ലാൻ ചെയ്യാൻ സാധിക്കും. അത് ചർച്ച് ബിൽഡിംഗ് ഉണ്ടാവണം. ചർച്ച് ബിൽഡിംഗ് കൊണ്ട് 1000 ചർച്ച് ബിൽഡിംഗ് ഉണ്ടായാൽ 500 ചർച്ച് ബിൽഡിംഗ് ഉണ്ടായി കഴിയുമ്പോൾ അതാണ് ഒരു നിലനിൽപ്പെന്ന് പറയുന്നത്. അപ്പം ഒരാൾ ഇത് ഫൗണ്ടറിൻ്റെ കാലം കഴിഞ്ഞാലും പിന്നീട് അത് ബില്ലിംഗ് കയറി ഇന്ത്യയിൽ വന്നു. അദ്ദേഹം സ്ഥാപിച്ച പ്രവർത്തനങ്ങൾ, അദ്ദേഹം സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നും പ്രവർത്തിക്കുന്നു. അതിങ്ങനെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കാരണം അത് ആരംഭിക്കുന്നവൻ്റെ മാനസികതയാണത്. എന്തിനാണ് അവൻ ചെയ്യുന്നത്? ഇത് സമൂഹത്തിന് പ്രയോജനപ്പെടണം, ക്രിസ്തീയ സമൂഹത്തിന് പ്രയോജനപ്പെടണം എന്ന് ചിന്തിച്ച് ആരംഭിക്കുന്ന ഒരു പ്രസ്ഥാനം മുമ്പോട്ട് പോകും. അതേസമയം ചില ആളുകൾ സ്വാർത്ഥരായിട്ടുള്ളവൻ, എൻ്റെ കാലശേഷം ഇത് നശിച്ചു പോകണം അല്ലെങ്കിൽ ഇത് മുമ്പോട്ട് പോകരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് നുണയും കൊതിയും പറഞ്ഞ് മാത്രം മുമ്പോട്ട് പോകുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞ് ദൈവം നമ്മളെ ഏൽപ്പിച്ച ഒരു അധികാരം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങൾ നമ്മുടെ കാലഘട്ടം കഴിയുമ്പോൾ നമ്മളത് മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് പോകുന്നത്. ഇതിങ്ങനെ പ്രോസസ്സിംഗ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോസ്തലന്മാർ മുതൽ അവർക്ക് ലഭിച്ചതായിട്ടുള്ള ദൈവിക ദർശനം ആരോടാണ് കർത്താവ് സുവിശേഷ വേല ചെയ്യാൻ പറഞ്ഞത്? അപ്പോസ്തലന്മാരോടാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെ ശിഷ്യരാക്കി കൊള്ളുവിനെന്ന്
യേശുവിൻ്റെ അപ്പോസ്തലന്മാരോടാണ് പറഞ്ഞത്. ആ അപ്പോസ്തലന്മാർ അത് കേട്ട് അവർ അതിനുശേഷം അവർ 120 പേരടങ്ങുന്ന സംഘം കൂടിയിരിക്കുകയും പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഉണ്ടാകുകയും അപ്പോസ്തലന്മാർ അവരുടെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയും പിന്നീട് അത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിക്കുകയും ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ കൈമാറ്റം ചെയ്ത് കൈമാറി വന്ന ഈ സുവിശേഷ പ്രവർത്തനം അതിന്ന് നമ്മുടെ കയ്യിൽ എത്തി നിൽക്കുന്നു. ഇനി ഞാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാൾ കഴിഞ്ഞാൽ, ഡോക്ടർ കെ പി യോഹന്നാൻ കഴിഞ്ഞാൽ ഇത് മറ്റൊരാളുടെ കയ്യിലേക്ക് ഇത് പോകും. നമുക്കിവിടെ ദൈവം തന്ന സമയം 40 വർഷം, 50 വർഷം അല്ലെങ്കിൽ 70 വർഷം. ആ വർഷം നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമ്മളത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. വെല്ലുവിളികളുണ്ട്. നമ്മൾ വളരുന്നതനുസരിച്ച് നമുക്കെതിരെ ആരോപണം ഉണ്ടാകും. പണ്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശത്രുക്കളൊന്നുമില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ആശയം പറഞ്ഞു മുമ്പോട്ട്. പക്ഷേ ഇപ്പോൾ ശത്രുക്കൾ കൂടി, ട്രോളുകൾ ഇറക്കാൻ തുടങ്ങി. ചെറിയ ചെറിയ വീഡിയോകൾ എൻ്റെ കട്ട് ചെയ്തിട്ട് ആളുകൾ പിന്നെ. അപ്പം ഞാൻ എത്രമാത്രം വളരുന്നു, ഞാൻ വളരുന്നതനുസരിച്ച് എൻ്റെ ശത്രുവും വളരുവാണ്. ഇതാണ് ഞാനീ പറഞ്ഞു വരുന്നത്. അപ്പോൾ കെ പി യോഹന്നാൻ ഒരു കാലത്ത് ചെറുതായിട്ട് തുടങ്ങി. അന്ന് അദ്ദേഹത്തിന് ശത്രുക്കളില്ലായിരുന്നു. പിന്നീട് ശത്രുക്കളുണ്ട്. എന്താണ്? ഇത് അസൂയോടുകൂടി നോക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും തൃപ്തിപ്പെടുത്തി ഒരു മനുഷ്യനും ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റിയല്ല. ഒരു മനുഷ്യനും ആരും തൃപ്തിപ്പെടുത്തിയവൻ. അപ്പോൾ എപ്പോഴും ഒരു ശത്രുക്കളുണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ഞാൻ ഈ യൂട്യൂബിൽ ലൈവ് വീഡിയോകൾ ചെയ്യുന്നു. എൻ്റെ വീഡിയോയുടെ താഴെ എത്രയോ ആളുകൾ കമൻറ്റ് എഴുതുന്നു. എന്നെക്കുറിച്ച് എത്രയോ അസഭ്യങ്ങൾ എഴുതുന്നു. ഞാൻ അത് എല്ലാം വായിക്കാറുണ്ട്. പക്ഷേ ഞാനത് മനസ്സിലാക്കി ഞാൻ വളരുന്നതനുസരിച്ച് എത്രയോ ആളുകൾ ഇവർ അശ്ലീല കമൻറ്റുകൾ എഴുതി വിടുന്നു. അപ്പം ഞാനിതെല്ലാം വായിച്ചു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന പറഞ്ഞാൽ അവൻ്റെ മാനസിക അവസ്ഥ വെച്ചാണ് അവൻ ചിന്തിക്കുന്നത്. അവൻ അത്ര ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഒരുത്തിനൊരു തെറി എഴുതി വിടുമ്പോൾ അല്ലെങ്കിൽ ഒരുത്തിനൊരു ചീത്ത എഴുതി വിടുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ കപ്പാസിറ്റി അത്രേ ഉള്ളൂ. അവന് ഒരു വിഷയത്തെക്കുറിച്ച് കാണാനുള്ള അവൻ്റെ കഴിവെന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. അവൻ മനസ്സിലാക്കിയത് അത്രേ ഉള്ളൂ. അവൻ അത് ആരെക്കുറിച്ചും അങ്ങനെ മനസ്സിലാക്കുകയുള്ളൂ. അവൻ അതിൽ കൂടുതൽ ചിന്തിക്കാനുള്ള ഒരു വിവേക ബുദ്ധിയില്ല. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ അറിവില്ലായ്മയായെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ അവരോട് ക്ഷമിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ കെ പി യോഹന്നാനെ പോലുള്ള ഒരാൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയപ്പോൾ അദ്ദേഹം സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. വേദപുസ്തകം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെക്കാൾ മുമ്പ് ചുങ്കക്കാരും വേശ്യകളും പാപികളും സ്വർഗരാജ്യം അവകാശമായിരിക്കുന്നു. അപ്പോൾ അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. വേദപുസ്തകം പറയുകയാണ്, നീ നിൻ്റെ സഹോദരനെ നിസാര എന്ന് വിളിച്ചാൽ നിത്യ നരകത്തിന് യോഗ്യനായിത്തീരും. മനസ്സിലായി? അപ്പോൾ ആർക്കിത് സാധിക്കും? അത് അപ്പോഴാണ് പറഞ്ഞത്, മനുഷ്യരാല സാധ്യം, എന്നാൽ ദൈവത്താൽ സാധ്യം. ഇതാണ്. പൗലോസ് പോലും തൻ്റെ ജീവിതത്തിൽ പറഞ്ഞില്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ എന്നാണ് പൗലോസ് പോലും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളിലും പോക്കറ്റിലിരിക്കുന്ന ഒരു സംഭവമല്ല. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാട്ടിൽ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാളും വലുതാണ്. അതുകൊണ്ട് ദൈവം എങ്ങനെ ചിന്തിക്കുന്നു, ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആര് സ്വർഗത്തിൽ പോകും, ആര് നരകത്തിൽ പോകും എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയിലിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം TPM സഭയുടെ ഒരു നേതാവായിരുന്നു പാസ്റ്റർ ആൽബിൻ. ഈ ആൽബിൻ അവസാനം ഒരു പെണ്ണുകേസിൽ പെട്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. പെണ്ണുകേസിൽ പെട്ടുപോയി അവസാനം അദ്ദേഹത്തിന് മാനസിക നില തെറ്റി ഭ്രാന്തനായാണ് മരിച്ചതെന്നൊക്കെ ചിലർ പറയുന്നു. എന്തു ആയിക്കൊള്ളട്ടെ, ഞാനതല്ല പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഭ്രാന്തനായിട്ടാണോ മരിച്ചത്, അദ്ദേഹം മാനസാന്തരപ്പെട്ടോ, അല്ലെങ്കിൽ അന്ത്യകാലത്ത് അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ ഒക്കെ അദ്ദേഹം ഏറ്റുപറയുകയും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ ഏറ്റുപറയും പശ്ചാത്താപം ഉണ്ടായാണോ അദ്ദേഹം മരിച്ചതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ബിലീവേഴ്സ് ചർച്ച് എന്ന് പറയുന്ന ബിലീവേഴ്സ് ചർച്ച് ഈസ്റ്റർ ചർച്ച് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അതിൻ്റെ മെത്രാപ്പോലിത്തയായിട്ടുള്ള ബിഷപ്പ് ഡോക്ടർ കെ പി യോഹന്നാൻ എന്ന് പറയുന്ന ആ മഹത് വ്യക്തി ഒരു ബുദ്ധിരാക്ഷസനായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ പ്രവർത്തിച്ചതുപോലെ ലോകത്തിലൊരു മനുഷ്യർക്കും പ്രവർത്തിക്കാൻ സാധിച്ചില്ല. ഒരുപക്ഷെ ഇന്ത്യയുടെ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യൻ അദ്ദേഹം തന്നെയായിരിക്കും. കാരണം അദ്ദേഹം സുവിശേഷ വേലയിലേക്ക് അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക്, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്ന പോലെ വേറെ ആരും കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഏതാണ്ട് ഒരു 25 ലക്ഷം ആളുകളെ അദ്ദേഹം സ്വന്തമായി തന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് പൊതുവെ മറ്റുള്ള മതക്കാരൊക്കെ ആരോപിക്കുന്ന ഒരു ആരോപണം. 25 ലക്ഷത്തിലധികം ആളുകളെ. എന്തു ആയിക്കൊള്ളട്ടെ, ഞാനത് പറയാൻ വന്നതല്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരാളുടെ ഒരു ദീർഘവീക്ഷണം, ഒരു ഭാവിയെക്കുറിച്ച്, അല്ലെങ്കിൽ സഭയുടെ വരാൻ പോകുന്ന ഒരു ഭാവിയെക്കുറിച്ചുള്ളൊരു ദീർഘവീക്ഷണം, അത് എപ്പോഴൊന്നുമല്ല. അല്ലാതെ നമ്മൾ ചുമ്മാ രാവിലെ എഴുന്നേറ്റ് കഞ്ഞി കുടിച്ചു പുട്ടും കടലയും കഴിച്ചു ഭക്ഷണം കഴിച്ചു കടന്നുറങ്ങി എന്ന് പറഞ്ഞില്ല. നമുക്കൊരു വീക്ഷണം ഉണ്ടാവണം. അതാണ് അതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ
ഇന്ത്യയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട്, പെന്തക്കോസ്റ്റൽ സഭകളെക്കുറിച്ചൊരു കാഴ്ചപ്പാട്, നമുക്ക് സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ അതുപോലുള്ള പ്രസ്ഥാനങ്ങൾ വേണം. ഇത് നിലനിൽക്കണമേ, അല്ലെങ്കിൽ ഇത് സ്വാർത്ഥന്മാരുടെ ഒരു പ്രസ്ഥാനമായി അവനവന് പൈസ ഉണ്ടാക്കാനും ഉപജീവനം കഴിക്കാനും വേണ്ടി മാത്രമുള്ളൊരു പ്രസ്ഥാനമായിട്ട് മാറും. അതുകൊണ്ട് ഡോക്ടർ കെ പി യോഹന്നാൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും അദ്ദേഹം ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ ഒരു ഗുണം എല്ലാ ക്രിസ്തീയ സമൂഹങ്ങൾക്കും ഉണ്ടാകും വരുന്ന ആളുകളിൽ, ആശുപത്രികളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും. അപ്പോൾ അദ്ദേഹം അത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഒരു താറാവ് നോട്ടക്കാരനായ ഒരു വ്യക്തിയുടെ മകനായി ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിക്ക് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും സമ്പന്നനായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉടമ എന്നുള്ള രീതിയിൽ എത്തപ്പെടാമെങ്കിൽ അദ്ദേഹത്തെ ആളുകൾ പണം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത കൊണ്ടാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മറ്റു പലരെ ആളുകൾ പൈസ ഏൽപ്പിക്കാത്തത്? അദ്ദേഹം ആ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നു. നീ ഈ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ നിന്നെ അധികത്തിൽ ഞാൻ വിചാരകനാകും. കോടിക്കണക്കിന് രൂപ, ഇന്നലെ ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞു ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 14,000 കോടി രൂപയുടെ ആസ്തിയുള്ള പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു, ഇല്ലെന്നല്ല പറഞ്ഞു. പക്ഷേ അത് മറ്റുള്ളവർ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസത്തിൻ്റെ പുറത്താണ്. കാരണം ഇദ്ദേഹം ഒരു വിശ്വസ്തനാണ്, ഇദ്ദേഹം ഒരു ഫ്രോഡല്ല, ഇദ്ദേഹത്തിന് പൈസ കൊടുത്താൽ അദ്ദേഹം അത് കൃത്യമായി വിനിയോഗിക്കും എന്നുള്ള ഒരു ബോധ്യം പല വിദേശ രാജ്യങ്ങളുള്ളവർക്ക് ഉണ്ടാകുകയും ഇദ്ദേഹത്തിന് ലഭിക്കുന്ന പൈസ അദ്ദേഹം സുവിശേഷ പ്രവർത്തനങ്ങൾക്കും മറ്റ് ആത്മീയ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയിലുള്ള സുവിശേഷ പ്രവർത്തകരുടെ ക്ഷേമത്തിനും അതുപോലെ ഉള്ള പ്രവർത്തനങ്ങൾക്കും, ലോകത്തിൽ ഒരുപാട് ദരിദ്ര രാജ്യങ്ങളുണ്ട്, ആ ദാരിദ്ര്യ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് എണ്ണി വിവരിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വീക്ഷിക്കുന്ന ആളുകൾ ഇദ്ദേഹത്തിന് പൈസ കൊടുത്താൽ അദ്ദേഹം അത് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തും എന്നുള്ളൊരു ബോധ്യമാണ്. അപ്പോഴും ഞാൻ പറയുകയാണ്, അവരുടെ വിശ്വാസമായിട്ട് എനിക്ക് യോജിപ്പില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തെ അഭിനന്ദിക്കുകയും അതുമാത്രമല്ല ഇത്രയും വലിയ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് അദ്ദേഹം കാണിച്ച ആ ബുദ്ധി സാമർഥ്യം, ആ സഭയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണം അത് വളരെ വിലയേറിയതായിരുന്നു. മറ്റ് പല പെന്തക്കോസ്റ്റൽ സഭകൾക്കും ഉണ്ടാകാത്ത ഒരു ദീർഘവീക്ഷണമാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത്, അദ്ദേഹം ഈ കാലഘട്ടങ്ങളിൽ ചെയ്ത ആ പ്രവൃത്തികളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുകയും, അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിയോഗം മുഴുവൻ ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലുള്ള ഓരോരുത്തർക്കും ഒരു നഷ്ടമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.